കാണാൻ തന്നെയാ. ഇവിടെ പോലെ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എന്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ, വെറും പാവങ്ങളാ. ഈ അടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞ ദിയ കയറി പറയാൻ പോകുന്നത് അതിന്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ലെ ദിയ? അപ്പൊ നീക്ക് എന്താ പേടിയുണ്ടോ? എന്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കണല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. 100% ഞാൻ യോജിക്കുന്നു. നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുന്നു, അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുകൂടെ പ്രതികരിക്കും. അപ്പൊ എന്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ എത്തുന്നുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് കോൾ വന്നിട്ടുണ്ട്. റോഷിനി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1 എനിക്ക് പറയാൻ താല്പര്യമില്ല. വലിയ വെടി 4 ചെറിയ വെടി 4 കൃഷ്ണവിലാസം വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ. അങ്ങനത്തെ ഒരുത്തി നിങ്ങൾ ഇപ്പൊ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എന്റെ കയ്യിൽ ഇപ്പം കയ്യിലില്ല, കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷിനി. കാരണം എന്തായാലും ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പൊ എന്നെ ഒന്ന് ഭയങ്കരമായിട്ട് റോഷിനി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നീയെ നിന്നെ ഞാൻ വെറുതെ വിട്ടണം. പോട്ടെ ജീവിക്ക് എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീയായിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ്കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. അതൊന്നും നമ്മൾ പറയുന്നില്ലേ. പിന്നെ ഫിറോസ് ഖാൻ ഒരു അലിഗേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞിന്റെ കാര്യം, എന്റെ കുഞ്ഞിന്റെ കാര്യം. അതായത് എന്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? എന്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എന്റെ മൂത്ത മൂന്ന് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്റെയും മക്കളെയും തീപ്പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല, എന്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാൻ തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട പോകേണ്ട അങ്ങനെയാണ് പ്രത്യേകം ഞങ്ങൾ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് വെറുക്കപ്പെടും. പക്ഷേ കുറച്ച് അലിഗേഷൻ കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ലീഗലി പോടോ, ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തന്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുള്ള 2500 രൂപ ചെലവിന് തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വിളിച്ചാൽ എന്റെ ഉമ്മയുടെ ഫോൺ എന്താ ഉറക്കം വരുന്നു. 2500 രൂപ ചെലവിന് തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ 500 കൂടെ കൂട്ടി. ഒരു മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേക്ക് 500 കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്, വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ. അങ്ങനൊന്നും ഇല്ലല്ലോ, തനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ തനിക്ക് ഇത്ര ചെലവൊന്നുമില്ലല്ലോ, സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കും. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എന്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അടുത്ത് തർക്കിക്കാനോ വന്നിട്ടില്ല. കാരണം നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എന്നിട്ട് ഞാൻ ഉമ്മയോട് പറയും, എന്തിനാ ഇന്നൊക്കെ 2500 മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം. ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ ഇല്ലാതെ, പൈസ പോലും തികത്തില്ലാതെ എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിന്നാക്കുവാങ്ങാൻ തകയില്ല. 2500. അപ്പൊ എന്റെ ഉമ്മ പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിന്റെ ഉത്തരവാദിത്തം അറിഞ്ഞിട്ടില്ല. ഇവനെങ്കിലും കൊടുത്ത് 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിനോടുള്ളൊരു കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുന്നുള്ള ഒരു മനസാക്ഷി അങ്ങനെ കിടക്കട്ടെ. എന്റെ ഉമ്മ മനസാക്ഷി കാണിച്ചത്. ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMO കുറെ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. ആരോടും പറയല്ലേ, അമ്പോയിസാരാട്ടാ. എന്നെ എന്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്റെ ശരീരത്തിൽ കേട്ടുകൊണ്ട് ഇടുമെന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എന്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അപ്പൊ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനാണോ അതിന്റെ ലീഗൽ വശം എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യാം. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷിനി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ താനും വന്ന് ചെയ്യണം.
ഉറപ്പായിട്ടും. കാരണം ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. സന്തോഷായി.